ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വിദ്യാഭ്യാസപരമായുള്ള പിന്നോക്കാവസ്ഥയാണ് സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒട്ടുമിക്ക അരക്ഷിതാവസ്ഥയ്ക്കും അസമത്വത്തിനും കാരണമെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് അറുതി വരണമെങ്കിൽ വിദ്യാഭ്യാസത്തിൽ അധിഷ്ഠിത മൂല്യങ്ങൾ കൈമുതലാക്കിയ ഒരു പുരുഷ സമൂഹം കൂടി ഉണരേണ്ടിയിരിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിർബന്ധമെന്ന് മന്ത്രി മുനീർ. സാമൂഹ്യനീതിയും സ്ത്രീകളും സെമിനാർ കോഴിക്കോട്ട്. 2.5 ലക്ഷം രൂപ വരുമാന പരിധിയുള്ള പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് മെറിറ്റ് സീറ്റുകളിൽ സീറ്റിളവ് നൽകുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരം. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി. ഉപഭോക്തൃ ദിനാചരണം കോഴിക്കോട്ട്. വിശദമായ വാർത്തകളിലേക്ക്. സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് ആൺകുട്ടികൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നിർബന്ധമായും വരേണ്ടതുണ്ടെന്ന് മന്ത്രി എം കെ മുനീർ. അല്ലാത്തപക്ഷം അവർ തന്നെ സ്ത്രീകൾക്ക് വലിയൊരു ഭീഷണിയായി തീരുമെന്നും മന്ത്രി പറഞ്ഞു. സാമൂഹ്യനീതി ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് ആൺകുട്ടികൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് നിർബന്ധമായും വരേണ്ടതുണ്ടെന്നും അല്ലെങ്കിൽ ഇവർ തന്നെ സ്ത്രീകൾക്ക് വലിയൊരു ഭീഷണിയായി വരുമെന്നും മന്ത്രി എം കെ മുനീർ സാമൂഹ്യനീതി ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്വപ്നനഗരിയിൽ നടന്ന സാമൂഹ്യനീതിയും സ്ത്രീകളും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇത്ര നാളായിട്ടും സ്ത്രീകൾക്ക് തുല്യത ലഭിക്കുന്നുണ്ടോ എന്നത് ഇന്നും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സ്ത്രീകളുടെ അവസര തുല്യത ഉറപ്പുവരുത്താനും അതിക്രമങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിനുമായി പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസവും ഇതിന്റെ കൂടെ ശരിക്കും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൽ ഈ ആൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ സന്തുലിതാവസ്ഥ ഓരോ അമ്മമാരും സഹോദരിമാരും നോക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിപത്തായി ഇവർ തന്നെ സ്ത്രീ സമൂഹത്തിന് വെല്ലുവിളിയായി സമാന്തരമായി വളർന്നു വരുന്നു. സെമിനാറിൽ IAS ഓഫീസറായ MS ജയ വിഷയാവതരണം നടത്തി. നിഹാരി മെഡാലി, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, നഹീറ തങ്ങൾ, കാനത്തിൽ ജമീല എന്നിവർ പങ്കെടുത്തു. 2.5 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് മാനേജ്മെന്റ് സീറ്റുകളിൽ ഫീസിളവ് ലഭ്യമാക്കുമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡൽ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സ്വർണ്ണ മെഡൽ വിതരണം ചെയ്തു. കേരള സർക്കാർ പട്ടികജാതി വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികളെ ആദരിച്ചത്. പരിപാടി പട്ടികജാതി പിന്നാക്ക സമുദായ ക്ഷേമ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 2.5 ലക്ഷം രൂപ വരെ വരുമാന പരിധിയുള്ള പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് മാനേജ്മെന്റ് സീറ്റുകളിൽ ഫീസിളവ് ലഭ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെയാണ് പദ്ധതി പ്രാവർത്തികമാക്കുന്നത്. പട്ടികജാതി വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതാണ്ട് 14 സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ നിന്ന് 70 സീറ്റ് ലഭിക്കുമ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിൽ SC വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം 70 സീറ്റ് ഒരു മെഡിക്കൽ കോളേജ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനത്തോടുകൂടി എടുത്തു പറയാൻ കഴിയുന്നത്. 2014 മാർച്ചിലെ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ പട്ടികജാതി വിദ്യാർത്ഥികളുടെ എണ്ണം 355 ആയിരുന്നത് ഇത്തവണ 391 കഴിഞ്ഞ വർഷത്തെ +2 പരീക്ഷയിൽ 102 ഫുൾ A+ ആയിരുന്നത് ഇത്തവണ 150 ആയും വർദ്ധിച്ചു. പട്ടികജാതി വികസന വകുപ്പിന്റെ മികച്ച പദ്ധതികൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ സാധിച്ചതാണ് മികച്ച വിജയത്തിന് കാരണമായത്. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രദീപ് കുമാർ MLA അധ്യക്ഷനായിരുന്നു. MK രാഘവൻ MP മുഖ്യപ്രഭാഷണം നടത്തി.
പുരുഷൻ കടലുണ്ടി MLA, സംസ്ഥാന ഉപദേശക സമിതി അംഗം UC രാമൻ, TP ഭാസ്കരൻ, പട്ടികജാതി വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ KP കൃഷ്ണകുമാർ, പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ K ഗോപാലകൃഷ്ണ ഭട്ട് IAS തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിലൂടെ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യാനാണ് നീക്കങ്ങൾ നടക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി. സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ദേശീയ ഉപഭോക്തൃ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ഉപഭോക്തൃകാര്യ വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ദേശീയ ഉപഭോക്തൃ ദിനാചരണം സംഘടിപ്പിച്ചത്. ദേശീയ ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തിയെടുക്കുന്നതിന് വിപുലമായ പരിപാടികളാണ് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. നളന്തയിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിലൂടെ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യാനാണ് നീക്കങ്ങൾ നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ആർത്തിമൂത്ത ആളുകൾ ഉപഭോക്താക്കളെ കൊള്ളയടിക്കാനാണ് ശ്രമിക്കുന്നത്. നിത്യജീവിതത്തിൽ വാങ്ങുന്ന സാധനങ്ങളുടെ വിലയെക്കുറിച്ചുള്ള ധാരണയില്ലായ്മയാണ് ജനങ്ങളെ ചൂഷണത്തിന് വിധേയരാക്കുന്നത്. ദേശീയ ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ബോധവൽക്കരണ പരിപാടികൾ സമൂഹത്തിൽ വലിയ തരത്തിലുള്ള ചൂഷണം നിർത്തലാക്കുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനും ഉപകരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉപഭോക്താക്കളിൽ നിന്ന് എങ്ങനെയെങ്കിലും പണം പിടിച്ചു പറിക്കാൻ ആവശ്യമായ വ്യഗ്രതയോടുകൂടിയാണ് ആർത്തിമൂത്ത ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലാഭത്തിന്റെ കോളത്തിൽ പുതിയ അംഗങ്ങൾ എഴുതിച്ചേർത്താൻ എങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കാം എന്നതിനാണ് ഉപഭോക്താക്കൾക്ക് ചരക്കുകൾ എത്തിച്ച് തരുന്ന ആളുകളുടെ മനസ്സിൽ ഇപ്പോഴുള്ളത്. ഉപഭോക്തൃകാര്യ വകുപ്പും സപ്ലൈകോയും ജില്ലയിലെ സന്നദ്ധ ഉപഭോക്തൃ സംഘടനകളുടെയും സഹകരണത്തോടെയാണ് ബോധവൽക്കരണ പരിപാടികൾ നടന്നത്. മാറുന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി പ്രസിഡന്റ് TKA അസീസും മാറുന്ന മലയാളിയും ഉപഭോക്തൃ സംസ്കാരവും എന്ന വിഷയത്തിൽ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി പ്രസിഡന്റ് വത്സൻ നെല്ലിക്കോടും സംസാരിച്ചു. നളന്ത ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ സപ്ലൈ ഓഫീസർ രവീന്ദ്രൻ കുരുനിലത്ത് അധ്യക്ഷനായിരുന്നു. ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം പ്രസിഡന്റ് റോസ് ജോസ്, K രാജീവ്, സലാം വെള്ളയിൽ, മോളി ജോർജ്, PI അജയൻ, വിജയൻ മലയിൽ, AC മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം നടന്ന മുഖാമുഖം പരിപാടിയിൽ ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, സിവിൽ സപ്ലൈസ്, ഗതാഗതം എന്നീ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് വകുപ്പ് ഉദ്യോഗസ്ഥർ മറുപടി നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആഗോള ബാങ്ക് ലക്ഷ്യമിട്ട് അസോസിയേറ്റ് ബാങ്കുകളെ കുരുതി കൊടുക്കുന്നതിനെതിരെ ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ ബാങ്ക് പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. കണ്ണൂർ റോഡ് SBT പ്രധാന ശാഖയ്ക്ക് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. SBI മാനേജ്മെന്റിന്റെ തൊഴിൽ വിരുദ്ധതയ്ക്കെതിരെയും തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെയും ബാങ്കിംഗ് വ്യവസായതല ഉഭയകക്ഷി കരാർ ലംഘനങ്ങൾക്കെതിരെയും കൂട്ടായ വിലപേശൽ തത്വങ്ങൾ തകിടം മറിക്കുന്നതിനെതിരെയും സേവന വേതന വ്യവസ്ഥകൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയും തൊഴിലാളി നിയമ ലംഘനങ്ങൾക്കെതിരെയുമാണ് ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ ജനുവരി 8 അഖിലേന്ത്യാ വ്യാപകമായി ബാങ്ക് പണിമുടക്ക് നടത്തിയത്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് SBT ഓഫീസിന് മുൻപിൽ ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ധർണ സമരം സംഘടിപ്പിച്ചു. AITC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ സമരം ഉദ്ഘാടനം ചെയ്തു. AKBEF ജില്ലാ സെക്രട്ടറി സൂര്യ KV ആമുഖ ഭാഷണം നടത്തി. ഈ നയത്തിനെതിരെ നടത്തിയ സമരം എന്ന് പറഞ്ഞാൽ ഉദാരീകരണ നയത്തിനെതിരെ, സ്വകാര്യവൽക്കരണ നയത്തിനെതിരെ, പുറം കരാർ വൽക്കരണത്തിനെതിരെ, ബാങ്കുകൾ പൊതുമേഖലയിൽ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരം. P. ലക്ഷ്മിദാസ്, ജഗദീഷ് ബാബു, നരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനങ്ങളുടെ വികസനത്തിൽ മികച്ച പങ്കുവഹിച്ച ബാങ്കുകളെ ഇല്ലാതാക്കുന്നത് വൻകിടക്കാർക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടിയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KG പങ്കജാക്ഷൻ പറഞ്ഞു. അസോസിയേറ്റ് ബാങ്കുകൾ ഇല്ലാതാക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നേരിടാൻ പോകുന്നത് സാധാരണ ജനതയാണ്. ഗ്ലോബൽ ബാങ്കായി SBI പരിണമിക്കുമ്പോൾ ശാഖകളുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കും, സേവനങ്ങളും ചുരുങ്ങും, ജനകീയ ബാങ്കിംഗ് ഇല്ലാതാകും. ഈ പശ്ചാത്തലത്തിൽ SBI മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെ സമരപരിപാടികൾ ശക്തമാക്കുമെന്നും അസോസിയേഷൻ നേതൃത്വം വ്യക്തമാക്കി. വാർത്തകളിൽ ഒരിടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 9164 ആഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ.
International Jewelers. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. അംബേദ്കർ ജനപരിഷത്ത് സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് ഉരുളൽ സമരം നടത്തും. പട്ടികജാതി വർഗ്ഗക്കാരുടെ വായ്പകൾ ഉപാധികൾ കൂടാതെ എഴുതിത്തള്ളുക തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനുവരി 13 മാർച്ചും ഉരുളൽ സമരവും നടത്തുകയെന്ന് രാംദാസ് വേങ്ങേരി പറഞ്ഞു. പട്ടികജാതി വർഗ്ഗക്കാരുടെ വായ്പകൾ എഴുതിത്തള്ളുമെന്ന് വകുപ്പ് മന്ത്രിമാരുടെ പ്രഖ്യാപനമല്ലാതെ നടപടികളൊന്നും തന്നെ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന് രാംദാസ് വേങ്ങേരി പറഞ്ഞു. ബാങ്കുകളുടെ ജപ്തിയും കുടിയിറക്ക് ഭീഷണിയും മൂലം വായ്പയെടുത്ത പട്ടികജാതി വർഗ്ഗക്കാർ ആത്മഹത്യയുടെ വക്കിലായിരിക്കുകയാണ്. ലാപ്സായി പോകുന്ന കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ച് വായ്പകൾ എഴുതിത്തള്ളാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്നും ഇതിനുവേണ്ടി പ്രത്യേക യോഗം ചേർന്ന നടപടികൾ സ്വീകരിക്കണമെന്നും പട്ടികജാതി വർഗ്ഗക്കാരുടെ ഫണ്ടിന്റെ തോത് ജനസംഖ്യാനുപാതികമായി വർദ്ധിപ്പിക്കണമെന്നും അംബേദ്കർ ജനപരിഷത്ത് ആവശ്യപ്പെട്ടു. പട്ടികജാതി വർഗ്ഗക്കാരുടെ വായ്പകൾ ഉപാധി കൂടാതെ എഴുതിത്തള്ളുക, ജപ്തി നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ 10ഓളം അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അംബേദ്കർ ജനപരിഷത്ത് സംസ്ഥാന കമ്മിറ്റിയുടെയും SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജനുവരി 13 സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് ഉരുളൽ സമരവും മാർച്ചും നടത്തുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിജ്ഞാനവും ഒപ്പം കൌതുകവും സമ്മാനിച്ച 5 ദിവസമായി കള്ളന്തോട് MES രാജ റെസിഡൻഷ്യൽ സ്കൂളിൽ നടന്നുവന്ന ഇന്നവേഷൻ മെഗാ സയൻസ് എക്സിബിഷന് സമാപനം. സ്കൂളിന്റെ 40ാം വാർഷികത്തിന്റെ ഭാഗമായാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത്. കളന്തോട് MES രാജ റെസിഡൻഷ്യൽ സ്കൂളിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഇന്നവേഷൻ 2016 സമാപനം. മെഗാ സയൻസ് എക്സിബിഷൻ വിസ്മയ കാഴ്ചകളൊരുക്കി 5 ദിവസമാണ് പിന്നിട്ടത്. ചരിത്രവും കലയും കരവിരുതും ശാസ്ത്രവും സമന്വയിപ്പിച്ച പ്രദർശനം സന്ദർശകർക്ക് വ്യത്യസ്ത അനുഭവം പകർന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ കണ്ടുപിടുത്തങ്ങൾ, പുത്തൻ ആശയങ്ങൾ, മാതൃകാ പ്രദർശനം, ചരിത്രം എന്നിവ ശ്രദ്ധേയമായി. MES ആർക്കിടെക്ചറൽ കോളേജിന്റെ ലോകത്തിലെ പ്രശസ്ത കെട്ടിടങ്ങളുടെ മാതൃക, മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ മനുഷ്യ ശരീരാവയവങ്ങളുടെ പ്രദർശനം, NIT വിദ്യാർത്ഥികളുടെ റോബോട്ടിക് യന്ത്രങ്ങൾ, സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫാഷൻ ഡിസൈൻ സ്റ്റാൾ, ISROയുടെ റോക്കറ്റ് വിക്ഷേപണത്തിന്റെ ചരിത്ര മുഹൂർത്തങ്ങൾ, ഹെലികോപ്റ്ററിന്റെയും വിമാനത്തിന്റെയും എഞ്ചിനുകളുടെ പ്രവർത്തനം പരിചയപ്പെടുത്തുന്ന സ്റ്റാൾ, IT അറ്റ് സ്കൂളിന്റെ സ്റ്റാൾ എന്നിവ സന്ദർശകർക്ക് പുതുമയും വിജ്ഞാനവും പകർന്നു നൽകി. ഇന്ത്യ ചരിത്രം വിളിച്ചോതുന്ന 600ഓളം വരുന്ന സ്റ്റാമ്പ് പ്രദർശനം, സമീർ മുക്കത്തിന്റെ പെൻ എക്സ്പോ, പാമ്പുകളുടെ പ്രദർശനം, പട്ടുനൂൽ നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ കാണിക്കുന്ന സ്റ്റാൾ, അഖിൽ കോമാച്ചിയുടെ ചിത്ര പ്രദർശനം, മാതൃഭൂമി, മനോരമ എന്നീ പത്രങ്ങളിലെ ചരിത്ര വാർത്തകളുടെ സ്റ്റാളുകൾ തുടങ്ങിയവ മേളയുടെ പ്രത്യേക കാഴ്ചകളായിരുന്നു. പ്രദീപ് ഹുഡിനോയുടെ മാജിക് ഷോ കാണികൾക്ക് വിസ്മയമൊരുക്കി. കുറ്റിപ്പുറം MES കോളേജ് വിദ്യാർത്ഥികൾ നടത്തിയ റോബോട്ടിക് ഷോ, ഓട്ടോ എക്സ്പോ എന്നിവ കുട്ടികളെ കൂടുതൽ ആകർഷിച്ചു. കടലുണ്ടി കോട്ടക്കുന്ന് ടൂറിസം പാർക്കിനെ കൂടുതൽ കമനീയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം. സമഗ്ര മാസ്റ്റർ പ്ലാനിന്റെ ആദ്യഘട്ട പദ്ധതികളുടെ നിർമ്മാണം മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സൈക്കിൾ ട്രാക്ക്, മിറാക്കിൾ ഗാർഡൻ, പാർട്ടി ഹാൾ, നടപ്പാതയുടെ ഹരിതവൽക്കരണം എന്നിവയുടെ നിർമ്മാണമാണ് തുടങ്ങിയത്. 100 കോടി ചിലവിലാണ് കോട്ടക്കുന്ന് മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നത്. 3 മീറ്റർ വീതിയുള്ള നടപ്പാതയുടെ പകുതിയോളം അർദ്ധവൃത്താകൃതിയിലാണ് തണൽ വിരിക്കുന്നത്. വിവിധ ചെടികളാണ് ഇതിന് ഉപയോഗിക്കുക. കോട്ടക്കുന്നിൽ നിന്നുള്ള കാഴ്ചയ്ക്ക് തടസ്സമാവാത്ത രീതിയിൽ 800 മീറ്ററോളം ചെടിയുണ്ടാകും. ജമന്തി, പോയിൻസെറ്റി, മോർണിംഗ് ഗ്ലോറി തുടങ്ങിയ 25ഓളം വിവിധ ചെടികൾ മിറാക്കിൾ ഗാർഡനിലുണ്ടാകും. സ്റ്റീലിൽ വിവിധ രൂപങ്ങൾ നിർമ്മിച്ച് പ്രത്യേക ചെടിച്ചട്ടികൾ ഉപയോഗിച്ചാവും ഗാർഡൻ നിർമ്മിക്കുക. ചെടികൾ പ്രത്യേക രീതിയിലാണ് അലങ്കരിക്കുന്നത്. ഇത് ഗാർഡനെ കൂടുതൽ മനോഹരമാക്കും. 24 മണിക്കൂറും നനയ്ക്കുന്നതിനായി ഡ്രിപ്പ് ഇറിഗേഷനും ഒരുക്കുന്നുണ്ട്. വിദേശ നിർമ്മിത മുച്ചക്ര വാഹനമാണ് സൈക്കിൾ ട്രാക്കിൽ ഉപയോഗിക്കുക. കോട്ടക്കുന്നിൽ ഈയിടെ നട്ടുപിടിപ്പിച്ച മരങ്ങൾക്കിടയിലാണ് സൈക്കിൾ ട്രാക്ക് എന്നതിനാൽ എപ്പോഴും തണലുമുണ്ടാകും. എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വാഹനമാണ് ഇവിടെയുണ്ടാവുക. 500 പേർക്ക് ഇരിക്കാവുന്ന സൌകര്യത്തോടെയാണ് പാർട്ടി ഹാൾ നിർമ്മിക്കുന്നത്. ജില്ലയിലെ പഴയകാല കലാകാരന്മാർക്ക് സ്ഥിരം വേദിയൊരുക്കാനും പാർട്ടി ഹാൾ ഉപയോഗിക്കും.
ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സാംസ്കാരിക പരിപാടികളും ഇവിടെ നടത്തും. സൈക്കിൾ ട്രാക്ക്, പാർട്ടി ഹാൾ എന്നിവ ഫെബ്രുവരി 25-നകം സന്ദർശകർക്ക് തുറന്നു നൽകും. ലക്ഷങ്ങൾ ചിലവഴിച്ച് നവീകരണം പൂർത്തിയാക്കിയ കോഴിക്കോട് ബീച്ചിലെ വിനോദസഞ്ചാര കേന്ദ്രം പരിപാലനത്തിന്റെ അപര്യാപ്തതയാൽ തകർച്ചയിലേക്ക് നീങ്ങുന്നു. ഗ്രാനൈറ്റ് നടപ്പാതകളും കാസ്റ്റ് അയൺ ഇരിപ്പിടങ്ങളും വൈദ്യുതി കാലുകളുമാണ് പരിപാലനമില്ലാതെ നശിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ ഇന്റർലോക്ക് ടൈലുകൾ, പൊളിഞ്ഞടർന്ന ഇരിപ്പിടങ്ങൾ, സ്വകാര്യതയില്ലാത്ത ടോയ്ലറ്റുകൾ, തകർന്ന മ്യൂസിക്കൽ കഫേ, വെളിച്ചം വിതറാതെ നോക്കുകുത്തി മാത്രമാകുന്ന തെരുവ് വിളക്കുകൾ, നിറയെ മാലിന്യങ്ങൾ. പ്രഭാത നൃത്തത്തിനും വിശ്രമത്തിനും വേണ്ടി കോഴിക്കോട് ബീച്ചിലെത്തുന്നവരെ കാത്തിരിക്കുന്ന കാഴ്ചകളാണിത്. ഇത്തിരി ആശ്വാസത്തിനും ആരോഗ്യത്തിനും വേണ്ടി ബീച്ചിലെത്തുന്നവർ അല്പമൊന്ന് ശ്രദ്ധിച്ചില്ല എങ്കിൽ ടൈലിളകിപ്പോയ കുഴികളിലും ചെരിഞ്ഞുപോയ ടൈലുകളിലും ചവിട്ടി തെന്നി വീണ് അപകടം സംഭവിക്കാം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സമയബന്ധിതമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതും വേണ്ട രീതിയിൽ സംരക്ഷിക്കാത്തതുമാണ് ബീച്ചിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. ബീച്ചിൽ സ്ഥാപിച്ച ഷെൽട്ടറുകളുടെ മേൽക്കൂരയുടെ ഇരുമ്പു ഷീറ്റുകളെല്ലാം തുരുമ്പെടുത്ത് നശിച്ചു. ശക്തമായൊരു കാറ്റടിച്ചാൽ പറന്ന് ദേഹത്ത് വീഴാവുന്ന രീതിയിലാണിപ്പോൾ ഇവ നിൽക്കുന്നത്. പുതുതായി പണിത ടോയ്ലറ്റുകൾക്ക് വാതിലുകൾ പോലുമില്ലാത്തതിനാൽ സ്ത്രീകളടക്കമുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. രാത്രി സമയങ്ങളിൽ കടപ്പുറത്ത് പരസ്യ ബോർഡുകളുടെ വെളിച്ചം മാത്രമാണുണ്ടാകാറ്. ഇതണഞ്ഞാൽ വാഹനങ്ങളുടെയും മറ്റും വെളിച്ചത്തെ ആശ്രയിക്കണം. ബീച്ചിൽ സ്ഥാപിച്ചിരിക്കുന്ന വിളക്കുകാലുകളിൽ പലതും നോക്കുകുത്തികൾ മാത്രമാണ്. ബീച്ച് കേന്ദ്രമായി ലഹരി മരുന്ന് വിൽപ്പനയും ഉപയോഗവും കൂടിയാകുമ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും ഇവിടെ ദിനംപ്രതി വർദ്ധിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്ക് നേരെ ഇനി കണ്ണുകൾ തുറക്കേണ്ടതുണ്ട്. വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് ബന്ധപ്പെട്ട അധികൃതരാണ്. ഭിന്നലിംഗക്കാർക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന വിധത്തിൽ സർക്കാരിന്റെ ട്രാൻസ്ജെൻഡർ നയം പരിഷ്കരിക്കണമെന്ന് ടൌൺഹാളിൽ സംഘടിപ്പിച്ച ട്രാൻസ്ജെൻഡർ പോളിസി സെമിനാർ അഭിപ്രായപ്പെട്ടു. ഭിന്നലിംഗക്കാരെ മോശമായി ചിത്രീകരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്നും സെമിനാറിൽ അഭിപ്രായമുയർന്നു. കേരളത്തിന്റെ ഭിന്നലിംഗ നയം സമഗ്രമാക്കണമെന്ന് സെമിനാർ അഭിപ്രായപ്പെട്ടു. സാമൂഹ്യനീതി ദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പും ശ്രീ ശങ്കരാചാര്യ സംസ്കൃതം സർവകലാശാല തിരൂർ മേഖലാ കേന്ദ്രവും സോഷ്യൽ വർക്ക് വകുപ്പും ചേർന്നാണ് ടൌൺഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചത്. നിരവധി ഭിന്നലിംഗക്കാരും കോളേജ് വിദ്യാർത്ഥികളും സെമിനാറിൽ പങ്കെടുത്തു. ഭിന്നലിംഗക്കാരെ മോശമായി ചിത്രീകരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനുള്ള വകുപ്പ് പുതിയ നയത്തിൽ എഴുതി ചേർക്കണം. പോളിസി നിർമ്മിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഭിന്നലിംഗക്കാരുടെ കാര്യത്തിൽ പഴയ ബ്രിട്ടീഷ് നിയമങ്ങളാണ് ഇപ്പോഴും തുടരുന്നത്. ഇത്തരക്കാർ വിവാഹിതരായാൽ സ്വത്ത് സംബന്ധിച്ചും അനന്തരാവകാശികളെ സംബന്ധിച്ചുമായ കാര്യങ്ങളിൽ നയവ്യക്തതയില്ല. ഭിന്നലിംഗക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഭിന്നലിംഗക്കാരാണെന്ന് തെളിയിക്കുന്ന സർക്കാർ സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയും മാറ്റണം. സംസ്ഥാനത്തെ 54% ഭിന്നലിംഗക്കാർക്കും 5000 രൂപയിൽ താഴെയാണ് മാസവരുമാനമെന്ന് സർക്കാർ നടത്തിയ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മുഖ്യധാരയിൽ ജോലി നൽകുവാൻ ജനങ്ങൾ തയ്യാറാവുന്നില്ല. ഭിന്നലിംഗക്കാർക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ സർക്കാരിന്റെ ട്രാൻസ്ജെൻഡർ പോളിസി പരിഷ്കരിക്കണമെന്നും സെമിനാർ അഭിപ്രായപ്പെട്ടു. ശ്രീ ശങ്കരാചാര്യ സംസ്കൃതം സർവകലാശാല തിരൂർ മേഖലാ കേന്ദ്രം സോഷ്യൽ വർക്ക് വകുപ്പ് മേധാവി രേഷ്മ ഭരദ്വാജ് അധ്യക്ഷം വഹിച്ചു. ഭിന്നലിംഗ നയ ലിംഗത്വം എന്ന വിഷയത്തിൽ ഡോക്ടർ AK ജയശ്രീ, സുനിൽ മോഹൻ, ബീന, രാജേഷ് എന്നിവർ സംസാരിച്ചു. ദീപ വാസുദേവൻ മോഡറേറ്ററായിരുന്നു. ഭിന്നലിംഗ നയങ്ങളും സാധ്യതകളും പരിമിതികളും എന്ന വിഷയത്തിൽ ഡോക്ടർ L രാമകൃഷ്ണൻ, ഗൌതമൻ, രംഗനാഥൻ, സോനു നിരഞ്ജൻ, ശീതൾ, N സുമതി, A രേവതി എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ Banaras Utsav by Kalyan Silks. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു.
സ്നേഹമാണ് വിശ്വാസം എന്ന ശീർഷകത്തിൽ മർക്കസ് സംഘടിപ്പിക്കുന്ന മിലാദ് കോൺഫറൻസ് ജനുവരി 10 നടക്കും. കോഴിക്കോട് കടപ്പുറത്താണ് സമ്മേളനം നടക്കുക. വിവിധ രാഷ്ട്രങ്ങളിൽ നടന്നുവരുന്ന നബിദിനാഘോഷ പരിപാടികളുടെ പരിസമാപ്തിയെക്കുറിച്ചാണ് അന്താരാഷ്ട്ര മിലാദ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ജനുവരി 11 വൈകിട്ട് 4 യൂസുഫുൽ ജിലാനി വൈലത്തൂർ പതാക ഉയർത്തുന്നതോടെ അന്താരാഷ്ട്ര മിലാദ് സമ്മേളനത്തിന് തുടക്കമാകും. കോഴിക്കോട് കടപ്പുറത്ത് സജ്ജീകരിച്ച സമ്മേളന നഗരിയിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികൾ പങ്കെടുക്കും. ലോകപ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനും ത്വാബ ഫൌണ്ടേഷൻ സ്ഥാപകനുമായ ഹബീബ് അലി ജിഫ്രി മുഖ്യാതിഥിയായിരിക്കുമെന്ന് മർക്കസ് സഖാഫത്തെ സുന്നിയ ഭാരവാഹികൾ പറഞ്ഞു. അഖിലേന്ത്യാ സുന്നി ജമയത്തുൽ ഉലമ സെക്രട്ടറി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പ്രഭാഷണം നടത്തും. സമസ്ത കേരള ജമയത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കുമെന്നും മർക്കസ് പ്രതിനിധികൾ പറഞ്ഞു. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനരക്ഷായാത്രയുടെ പ്രചരണാർത്ഥം ജില്ലയിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഉഷാദേവിയുടെ നേതൃത്വത്തിൽ വനിതാ ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ സ്റ്റേഡിയം പരിസരത്തു നിന്നാണ് വിളംബര ജാഥ ആരംഭിച്ചത്. ജനുവരി 4 മുതൽ 19 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനരക്ഷാ യാത്രയുടെ പ്രചരണാർത്ഥം കോഴിക്കോട് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ OJ ചിന്നമ്മ ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിന്റെ അളവ് കുറച്ചു, ബാറുകളുടെ എണ്ണം കുറച്ചു. ഈ കഴിഞ്ഞ വർഷം നമ്മൾ 4 വിദേശ മദ്യഷാപ്പുകൾ നമുക്ക് അടച്ചുപൊട്ടിക്കുവാൻ സാധിച്ചു. 10% വിദേശ മദ്യഷാപ്പുകൾ അടച്ചുപൊട്ടിച്ചു. അങ്ങനെ കേരളത്തിൽ അമ്മ പെണ്ണന്മാരുടെ സഹോദരിമാരുടെ എല്ലാം ദുരിതത്തിന് അറുതി വരുത്തുന്നതിന് UDF സർക്കാർ മറ്റ് ആരേക്കാളും ഗംഭീരമായ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി ഉഷാദേവി അധ്യക്ഷം വഹിച്ചു. DCC പ്രസിഡന്റ് KC അബു, മുൻ മന്ത്രി അഡ്വക്കേറ്റ് P ശങ്കരൻ, MK ബീരാൻ, ഉദയകുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്റ്റേഡിയം പരിസരത്തു നിന്നും ആരംഭിച്ച വിളംബര ജാഥ നഗരം ചുറ്റി കിഡ്സൺ കോർണർ പരിസരത്ത് സമാപിച്ചു. കോഴിക്കോട്ട് നടത്തിയ പാവനിർമ്മാണ പരിശീലനം കൌതുകമുണർത്തി. വിജ്ഞാനത്തിനൊപ്പം വിനോദത്തിനും പ്രാധാന്യം നൽകിയാണ് വിദ്യാർത്ഥികൾ പാവനിർമ്മാണത്തിൽ ഏർപ്പെട്ടത്. അധ്യാപക പരിശീലനത്തിന്റെ ഭാഗമായി നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ കാലിക്കറ്റ് സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ചാച്ചാജി ഹാളിൽ നടത്തിയ ഏകദിന പാവനിർമ്മാണ പരിശീലനം ശ്രദ്ധേയമായി. ഉപയോഗശൂന്യമായ കടലാസുകൾ കൊണ്ടും നാം വലിച്ചെറിയുന്ന കുപ്പികൾ കൊണ്ടും വ്യത്യസ്തമായ പാവകളെ അവർ ഉണ്ടാക്കി. കടലാസ് പേപ്പറുകളിൽ വരച്ചു പഠിച്ചുകൊണ്ടായിരുന്നു പരിശീലനം ആരംഭിച്ചത്. 35 പേർ അടങ്ങുന്ന പരിശീലന കേന്ദ്രത്തിൽ പാവനിർമ്മാണ വിദഗ്ധൻ പ്രശാന്ത് കൊടിയത്തൂരിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. പരിശീലനത്തിൽ അദ്ദേഹം വ്യത്യസ്തമായ കോൽപ്പാവകളെ പരിചയപ്പെടുത്തി. സമോറിയൻ സ്കൂൾ പ്രധാനാധ്യാപകൻ V ഗോവിന്ദൻ പാവ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ TK അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഫൗമുഷ C, അശ്വതി KM, ദിവ്യശ്രീ P തുടങ്ങിയവർ സംവദിച്ചു. വെള്ളിമാടുകുന്ന് അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം ജനുവരി 12, 13 തീയതികളിൽ നടക്കും. മാതാ അമൃതാനന്ദമയിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹോത്സവ പരിപാടികൾ നടക്കുക. ജനുവരി 12, 13 തീയതികളിൽ നടക്കുന്ന ബ്രഹ്മസ്ഥാന മഹോത്സവം 12 രാവിലെ 5 മണിക്ക് നടക്കുന്ന ധ്യാനത്തോടെയാണ് ആരംഭിക്കുക. ലളിതാ സഹസ്രനാമ അർച്ചന, അമ്മയുടെ ഭജന, സത്സംഗം, ധ്യാനം എന്നിവയുണ്ടാകും. തുടർന്ന് അമ്മ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകും. മഹോത്സവ ദിവസങ്ങളിൽ ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, ഉദയാസ്തമന പൂജ എന്നിവയുമുണ്ടാകും. ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തർക്ക് അന്നദാനവും രാത്രി വൈകി നഗരത്തിലേക്ക് ഗതാഗത സൌകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മഠാധിപതി സ്വാമി വിവേകാമൃത ചൈതന്യ, അഡ്വക്കേറ്റ് PK ശ്രീധരൻ നായർ, വേണു താമരശ്ശേരി, V രവീന്ദ്രൻ, MP പ്രദീപ് കുമാർ, M മുകുന്ദൻ, K ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഫാദർ ജോബ് മൈലാടിയിലിന് നാടിന്റെ അന്ത്യാഞ്ജലി. ചാവറ കൾച്ചറൽ സെന്ററിൽ നടന്ന അനുശോചന യോഗത്തിൽ ഫാദർ ജോർജ് പുഞ്ചയിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു.
ചാവറ കൾച്ചറൽ സെന്ററിന്റെ ആരംഭത്തിലും വളർച്ചയിലും നയിച്ച ഫാദർ ജോബ് മൈലാടിയാണ് സെന്ററിന് ദിശാബോധം നൽകിയെന്ന് ചാവറ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന അനുശോചന യോഗം അഭിപ്രായപ്പെട്ടു. ചാവറ കൾച്ചറൽ സെന്ററിനെ മതനിരപേക്ഷ സ്വഭാവമുള്ള ഒരു സാംസ്കാരിക നിലയമാക്കി മാറ്റിയതിനു പിന്നിൽ ഫാദർ ജോബ് മൈലാടിയിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനമാണ്. അലിവുള്ള ഹൃദയത്തിനുടമയായിരുന്നു അദ്ദേഹം. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിച്ചിരുന്നു. നിർധനരായ ചെറുപ്പക്കാർക്ക് തൊഴിൽ നേടിക്കൊടുക്കുവാനും വീട് നിർമ്മിച്ചു നൽകുവാനും അദ്ദേഹം പ്രയത്നിച്ചു. ഫാദർ ജോർജ് പുഞ്ചയിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജനത്തെ ഒത്തൊരുമയിൽ മുൻനിർത്തിക്കൊണ്ടും അദ്ദേഹം നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. കൂടല്ലൂരെ സെന്റ് മേരീസ് പള്ളിയുടെ വികാരിയെ അസിസ്റ്റന്റ് വികാരിയുമായി ആരംഭിച്ച അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ജീവിതം എന്നും എല്ലാവർക്കും വലിയ പ്രചോദനമായിരുന്നു. ഡോക്ടർ സുഗതൻ, പ്രൊഫസർ ജോബ് കാട്ടൂർ, മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ KF ജോർജ്, ഫാദർ ജോൺ മണ്ണാർത്തറ, ഫാദർ തോമസ് പുട്ടിയാനി, PA ജയപ്രകാശ്, ജൂലി ജോൺ, ജോബി ഇലഞ്ഞിക്കൽ, ജോർജ് താഴലാനി, ജയാ ചാക്കോച്ചൻ കിഴക്കേൽ എന്നിവർ സംസാരിച്ചു. സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള മാത്തോട്ടം വിസ്ഡം കോളേജിന്റെ വാർഷികം SK സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്നു. കൌൺസിലർ PP ബീരാൻകോയ ഉദ്ഘാടനം ചെയ്തു. മാത്തോട്ടം വിസ്ഡം പബ്ലിക് സ്കൂളിന്റെയും വിസ്ഡം കോളേജിന്റെയും വാർഷികാഘോഷം പുതിയറ SK സാംസ്കാരിക കേന്ദ്രത്തിലെ SK പൊറ്റക്കാട് ഹാളിൽ ചേർന്നു. കോർപ്പറേഷൻ കൌൺസിലർ PP ബീരാൻകോയ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം പബ്ലിക് സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ രാജേഷ് മേനോൻ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ സുകന്യ സ്വാഗതം പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് ആൺകുട്ടികളുടെ വിദ്യാഭ്യാസം നിർബന്ധമെന്ന് മന്ത്രി മുനീർ. സാമൂഹ്യനീതിയും സ്ത്രീകളും സെമിനാർ കോഴിക്കോട്ട്. $2.5 ലക്ഷം വരുമാന പരിധിയുള്ള പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് മെറിറ്റ് സീറ്റുകളിൽ സീറ്റിളവ് നൽകുമെന്ന് മന്ത്രി AP അനിൽകുമാർ. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരം. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി. ഉപഭോക്തൃ ദിനാചരണം കോഴിക്കോട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. ജില്ലാ വാർത്തകൾ, the one and only television across your district. Log on www.jillavartagal.com. Independent, impartial, indubitable, straight to the public. Jilla Vartagal, the one and only television across your district. Log on www.jillavartagal.com.